ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ ഞങ്ങളൊന്ന് ഗുരുവായൂർ പോയായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളിതാ ലുലു മോളിലൊന്ന് കയറിയായിരുന്നു ഗൈസ്. അമ്മാമ്മ അച്ചാച്ചനും എല്ലാവരും ഉണ്ട് ഗൈസ്. അങ്ങനെ അവിടെ ചെന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഉച്ചയാവാറായിരുന്നു. പിന്നെ വിശന്നുകൊണ്ട് നമ്മളിതാ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ അതാ ഏതാണ്ടൊക്കെ ഇത് ഫുൾ സാലഡ്സ് ആണ് ഗൈസ്. ഇതിൽ നിന്ന് കുറച്ച് ഫസ്റ്റ് മയണൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ ജാമോ എന്തൊക്കെയോ കുറേ സംഭവങ്ങളാണ് ഗൈസ്. ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് ഇതൊക്കെ വാങ്ങിക്കാൻ പോയത്. ഇവിടെ ഫുള്ള് ഭയങ്കര തിരക്കാണ്. പിന്നെ കുറച്ച് ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഫുള്ള് സ്ഥലമാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും കോരി എടുക്കാം ഗൈസ്. നമ്മൾ ഇത്രയാണ് എടുത്തത്. വെയിറ്റ് അനുസരിച്ചാണ് പൈസ കൊടുക്കുന്നത്. അതാ പോകുന്നത് എൻ്റെ അനിയനാണ് ഗൈസ്. അവസാനം ഞാൻ ഇതൊക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഓവർ ചോക്ലേറ്റ് കുറേ വാങ്ങിച്ചുകൊണ്ട് അവസാനം ഇത് വേണ്ടാന്ന് പറഞ്ഞു ഗൈസ്. പിന്നെ കുറച്ച് ഡയറി മിൽക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ മോളിൽ പോയി കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതാ നിൽക്കുന്നു അമ്മാമ്മയും ശിവയും കൂടെ എന്നെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഞാനും അച്ചാച്ചനും കൂടെയാണ് ബില്ലടിക്കാൻ നിൽക്കുന്നത്. അച്ഛനൊരു കോൾ വന്നപ്പോൾ അപ്പുറത്തേക്ക് പോയി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ശിവയാണ്. ഞാൻ പോലും അറിഞ്ഞില്ല ഗൈസ് ഈ വീഡിയോ എടുത്ത കാര്യം. അങ്ങനെ നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതാ കയറിതാ മുകളിലേക്ക് പോവാണ് ഗൈസ്. കുറേ കറങ്ങിയാണ് ഏറ്റവും മുകളിലെത്തിയത്. കുറേ കറങ്ങിയാണ് പോയത്. എന്നാലും നല്ല വിശപ്പായതുകൊണ്ട് നമുക്കൊന്ന് സീറ്റ് പിടിച്ചാൽ മതിയെന്നായിരുന്നു. അവസാനം അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഗൈസ് അവിടെ ഒട്ടും സീറ്റില്ലായിരുന്നു. ഞങ്ങൾ കുറേ കിടന്ന് കറങ്ങിയാണ് സീറ്റ് പിടിച്ചത്. നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങളവിടെ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ വാങ്ങിച്ചത് ബീഫിൻ്റെ ബിരിയാണിയും പിന്നെ ഷവായ പിന്നെ കുറച്ച് സാലഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞാനും ശിവയും കൂടെ കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ മാറി ഇതാണ് ഒരു സാലഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുള്ള സാലഡിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനമാണ്. പിന്നെ എനിക്ക് അങ്ങോട്ട് കഴിച്ചപ്പം എന്തോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങളത് പെട്ടെന്ന് കഴിച്ചിട്ട് ഫൺ ടൂറയിലൊന്ന് പോകണമെന്നുണ്ട് ഗൈസ്. അങ്ങനെ കുബൂസും കൂടെ എടുത്ത് ഞങ്ങൾ കഴിക്കുവാണ്. അങ്ങനെ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് അച്ചാച്ചനും അമ്മയും ശിവയും എല്ലാവരും ഉണ്ട്. ശിവ ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛനും എല്ലാവരും ഇരിപ്പുണ്ട്. ഇത്രയാണ് ഫുഡൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശിവ എന്തൊക്കെയോ ഇരുന്ന് പറയുകയാണ്. പിന്നെ നമ്മളതെല്ലാം പെട്ടെന്ന് കഴിക്കണമെന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫൺ ടൂറേ പോയി ഗൈസ്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ടോയ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഫൺ ടൂറേ വരുന്നത് തന്നെ. പിന്നെ നമ്മൾ കുറച്ച് റൈഡിലൊക്കെ കയറിയായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നുപോയി. ടോയ് കിട്ടിയതുമില്ല ഗൈസ്. പിന്നെ നമ്മൾ കുറേ തവണ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ കിട്ടിയില്ല. അപ്പം പിന്നെ നമ്മൾ അത് പിന്നെ ചെയ്യാൻ നിന്നില്ല ഗൈസ്. പിന്നെ ഈ ഒരു വണ്ടി ഉണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് കാർഡ് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ അതിങ്ങനെ കുലുങ്ങും. അങ്ങനെ മുകളിലൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറി നിൽക്കുമായിരുന്നു. ശിവ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അകത്ത് എന്തോ ഇരുന്ന് പണിയുമാണ്. അങ്ങനെ അവസാനം അമ്മ അവിടെ നിന്ന് പറയുകയായിരുന്നു, ഇങ്ങോട്ട് പോവാം. അമ്മാമ്മ അച്ചാച്ചനും താഴെ വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെ കുറേ വിളിച്ച് അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവസാനം ഇറങ്ങി വന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ പോകുന്നത് താഴേക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്നും കൂടെ പോകണം. കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചത്. അപ്പം കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കണം. അതുകൊണ്ട് താഴേക്ക് പോവാണ്. അച്ചാച്ചനും അമ്മാമ്മയും വെയിറ്റിംഗ് ആണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ താഴെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇരിക്കുന്നു അവിടെ വന്നിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെയൊക്കെ കറങ്ങി അവസാനം ഒരു ചെറിയൊരു ചൂടായിരുന്നു. പിന്നെയൊക്കെ ഓക്കെ ആയി. പിന്നെ നമ്മളിതാ നേരെ താഴേക്ക് വരുമായിരുന്നു. അവിടുന്ന് വീണ്ടും എസ്കലേറ്റർ കയറി ഗൈസ്. ആദ്യമേ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഭയങ്കര ഓക്കെ ആയി ഗൈസ്. ദാണ്ട പോകുന്നു ശിവയും അച്ഛനും. പിന്നെ ഈ ഒരു സാധനം ഉണ്ട് ഗൈസ്. ഞങ്ങളെക്കാട്ട് വലിയതാണ് ഇത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടിയിലൊക്കെ പോയി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഈ കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ഓഫറിലുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് ഗൈസ്. പക്ഷെ ചിലതൊക്കെ ഭയങ്കര റേറ്റ് ഗൈസ്. ഇതിനൊക്കെ എത്ര 700 അത്രയാണ് വരുന്നത്. ചില ബാഗിലൊക്കെ 1000 അത്ര റേറ്റൊക്കെയാണ് ഗൈസ് വരുന്നത്.
എനിക്ക് അവിടുത്തെ ഒരുപാടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ലൈറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഒരു വാച്ച് കടയിലൊക്കെ അങ്ങനെ നേരത്തെ അതിൻ്റെ അകത്ത് കൂടെ കണ്ടില്ലേ ഗൈസ് കുറേ കാറ്. അതാണെങ്കിൽ അവിടെ വാച്ച് കാണിച്ചില്ലേ ഗൈസ്, അതിൻ്റെ അകത്ത് കാറുണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഞാൻ ഇതിൻ്റെ ചിറകെന്നൊക്കെ നോക്കുമായിരുന്നു. പിന്നെയാണ് ഞാൻ വലിയ സത്യം മനസ്സിലാക്കിയത്, അതൊരു ചിറകല്ല, അതിൻ്റെ എന്തോ ഡോറാണെന്ന്. പിന്നെ ഒരു ബാഗ് ഞാൻ എടുത്തിട്ട് ഗൈസ്, അത് ഊരി കൊടുക്കാനേ തോന്നില്ല. നല്ല ബാഗായിരുന്നു ഗൈസ്. പിന്നെ ശിവയും അച്ഛനും കൂടെ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു ഗൈസ്. എനിക്കാണെങ്കിൽ ഇത് നല്ല പൊങ്ങി നിൽക്കാത്തൊരെണ്ണം തന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അവർ പറഞ്ഞു വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളത് കഴിച്ചിട്ട് ഐസ്ക്രീം പോയി ഗൈസ്. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. മെയിനായിട്ട് ഈ ഒരു സോസേജ് വാങ്ങിക്കാനാണ് ഗൈസ് വന്നത്. സോസേജ് സെലക്ട് ചെയ്യുമായിരുന്നു ഏത് വാങ്ങണമെന്ന്. അവസാനം നമ്മൾ ഈ ഒരു ചില്ലി എന്തൊരു ഫ്ലേവറിലുള്ളതാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ കുറേ വെയിറ്റിംഗ് ആയിരുന്നു. ബില്ലടിക്കാൻ നല്ല ആളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവർ വെളിയിൽ നിൽക്കാം, ഞങ്ങൾ പോയി വാങ്ങിയിട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളാണ് പോയി വാങ്ങിയിട്ട് വന്നത്. അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ബില്ല് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അവസാനം ബില്ലെല്ലാം ചെയ്ത് വന്നു ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗുരുവായൂർ പോയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങളും ഗുരുവായൂരൊക്കെ പോയെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.